നാഗറാണി സീരിയലിന്റെ ടിവിയിൽ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാഗറാണി സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ഡബ്ബിംഗ് ഒക്കെ? ഡബ്ബിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഇതുവരെയും നമ്മുടെ ടിവിയിൽ പതുക്കെയാണ് എപ്പിസോഡുകൾ, കുറഞ്ഞ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എപ്പിസോഡുകൾ. ഒരു എപ്പിസോഡിനെ തന്നെ 3 മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പിസോഡുകൾ പതുക്കെ ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ഞാനും ഇടാൻ പതുക്കെ ആയത്. കാരണം അവർ പതുക്കെ എത്തട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേഗം നിങ്ങൾക്ക് നെക്സ്റ്റ് അടുത്ത ദിവസത്തെ കഥ അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അടുത്ത ദിവസത്തെ കഥ അറിയാം, അതിൻ്റെ പ്രൊമോ കാണുമ്പോൾ അടുത്ത ദിവസത്തെ കഥ അറിയാം. അപ്പോൾ അങ്ങനെ ഇടാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട തുടങ്ങാം. നാഗകന്യക 7 എപ്പിസോഡ് 3 റിവ്യൂലോട്ട്. അതായത് ടി വിയിൽ വരുമ്പോൾ ഇത് 4 ആയിരിക്കും, നമുക്കിത് 3. സോ വെൽക്കം ബാക്ക് ടു മൂളറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ റിവ്യൂസിനും അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ പൂർവിയും അനന്തയും ഓഫീസിലോട്ട് വരുവാണ് കേട്ടോ. പൂർവിയും അനന്തയും ഓഫീസിൽ വരുമ്പോഴത്തേക്ക് അനന്ത പറയണം, നീ ഇവിടെ നിൽക്ക് പൂർവി, ഞാൻ പോയി സാറിനെ കണ്ട് നിനക്ക് ജോലി ഇന്ന് വാങ്ങിച്ച് തരാം, ഞാൻ ഒന്ന് പോയി സാറിൻ്റെ ബോസിനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നേരെ ബോസിനെ കാണാൻ പോവാണ്. അപ്പോൾ ആര്യമൻ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സാർ കൺഗ്രാക്സ്, താങ്ക് യു സാർ, ഞാൻ സാറിന് വേണ്ടി ഡ്രസ്സ് ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്ത് അങ്ങനെയുണ്ട്. അതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക സ്യൂട്ട് ആവുന്ന ഒരു സാധനം, നിങ്ങൾ എൻ്റെ അടിപൊളി സ്റ്റൈലിസ്റ്റ് അല്ലേ, അപ്പം കുറച്ചുകൂടി നല്ലൊരു ഡ്രസ്സ് നോക്കണം എന്നൊക്കെ അനന്തയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ശരി സാർ ഞാനൊരു അസിസ്റ്റന്റിന്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ആര്യമൻ ഫോണിലാണ്. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ആര്യമൻ അങ്ങ് പോകുന്നു. അപ്പോൾ നമ്മുടെ അനന്താഷെ പൂർവിയുടെ ജോലിയുടെ കാര്യം പറയാനും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആര്യമൻ്റെ അനിയൻ രവീഷ് അങ്ങോട്ട് വരുന്നു. നമ്മുടെ അനന്തയുടെ കയ്യിൽ ജ്യൂസ് ഇരിക്കുകയാണ്, അനന്ത കയറി തട്ടുന്നു. രവീഷിൻ്റെ കയ്യിൽ ജ്യൂസ് ഇരിക്കുകയാണ്, അനന്തയുടെ ദേഹത്ത് കയറി തട്ടുന്നു. അനന്തയുടെ സാരിയിൽ വീഴുകയാണ്. അങ്ങനെ അനന്ത നേരെ വാഷ്റൂമിൽ എന്ത് ചെയ്യാണ്, ഇത് കഴുകാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ രവീഷ് കയറി ഇവളുടെ കൈ കയറി പിടിക്കുകയാണ്. വിട് എൻ്റെ കയ്യിൽ നിന്ന് വിട്, ഞാൻ അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും വിളിച്ചു കൂട്ടും നീ. അപ്പോൾ നമ്മൾ അനന്ത പറയണം, അങ്ങനെ വിളിച്ചു കൂട്ടാൻ പറ്റുമോ, നമ്മൾ ഇഷ്ടത്തിലല്ലേ, അപ്പം ബാക്കിയുള്ളവർ കാണണ്ട എന്താ രവീഷ് കാണിക്കണേ എന്നുള്ളൊരു ലെവലിലാണ് ആനന്ദ നിൽക്കുന്നത്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഈ ആര്യവൻ്റെ അനിയൻ രവീഷും നമ്മുടെ അനന്തയും കൂടെ ഇഷ്ടത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയുടെ കാര്യം, ജോലിയുടെ കാര്യം നിന്റെ പറഞ്ഞിട്ട് എന്താ, നീ ശരിയാക്കിയോ? അപ്പോൾ പറഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാം, ഞാൻ ചേട്ടനെ പറഞ്ഞ് ശരിയാക്കാം, കാരണം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നീ ലക്ഷത്തിലൊരുവളാണ്, എൻ്റെ ഭയങ്കര പ്രിയപ്പെട്ടവളാണ് നീ അനന്ത എന്നൊക്കെ രവീഷ് പറഞ്ഞിട്ട് രവീഷ് അവിടെ നിന്ന് പോവാണേ. എന്നിട്ട് ഇതേ സമയം നമ്മുടെ പൂർവി കൊണ്ട് നിർത്തിയിരിക്കുകയാണല്ലോ, അനന്ത ഒരിടത്തോണ്ട് നിർത്തിയിട്ടാണല്ലോ. അപ്പോൾ പൂർവി അവിടെ അങ്ങനെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ അപ്പം നമ്മുടെ ആര്യമൻ ഫോൺ വിളിച്ചുകൊണ്ട് നടന്നു വരുവാണ്. ഫോൺ വിളിച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ പൂർവി ഇങ്ങനെ ആര്യമനെ ഇങ്ങനെ നോക്കുവാണ്. ഒരു നോട്ടുണ്ട്, ഒരു സ്പെഷ്യൽ നോട്ടുണ്ട്, ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആര്യമൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും പൂർവി സാർ ഐ എം പൂർ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ബുക്കൊക്കെ എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആര്യമൻ അവിടെ നിന്ന് കുറച്ചു നേരം ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് അങ്ങ് ആര്യമൻ്റെ കാര്യം നോക്കി അങ്ങ് പോവാണ്. അപ്പോൾ പൂർവിക്ക് അയ്യോ എൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അനന്ത അങ്ങോട്ട് വരികയാണ്. നീ പേടിക്കണ്ട പൂർവി, നിനക്ക് ഇപ്പോൾ പേടിക്കണ്ട, നിനക്ക് എന്തായാലും ഞാൻ ജോലി വാങ്ങിച്ച് തന്നിരിക്കും എന്ന് പറയാണ്. പിന്നീട് ആര്യമൻ നേരെ രവീഷിൻ്റെ ക്യാബിനിലോട്ട്, അനിയൻ്റെ ക്യാബിനിലോട്ട് വന്ന്, ദാടാ നിനക്ക് ഈ സ്യൂട്ട് നല്ല സെറ്റാവും, ഈ ജാക്കറ്റ് ഇട്ട് നോക്ക്, പിന്നെ നീ നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം, എൻ്റെ ജീവൻ എന്തെങ്കിലും വന്നാലും നിന്റെ ജീവനാണ് എനിക്ക് പ്രധാനം, ഈ പ്രോട്ടീനൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനം എനിക്ക് നിന്നെയാണ് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ അനിയൻ്റെ അടുത്ത് പറയണം. അപ്പോൾ അനിയൻ പറയണം, ചേട്ടനൊരു അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ഞാനൊരാൾക്ക് വാക്കും കൊടുത്തു പോയി. ഓക്കെ പുതിയൊരാളെ ജോലിക്ക് വെക്കാനല്ലേ, നീ വെച്ചോ, എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ വെച്ചോ, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യമൻ അവിടെ നിന്ന് പോവാണേ. അപ്പോൾ പിന്നീട് അനന്ത പൂർവിയുടെ അടുത്ത് പൂർവി എന്ന് പറഞ്ഞ് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നിനക്ക് ജോലി കിട്ടി, ഞാൻ പറഞ്ഞ ജോലിയൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പൂർവി ആനന്ദ കണ്ണീരാ എന്നൊക്കെ പറഞ്ഞിട്ട് പൂർവിയുടെ സ്വഭാവം നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് തിരികെ രണ്ടുപേരുടെ വീട്ടിലോട്ട് പോവാണ്. പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആനന്ദയും പൂർവിയും കൂടി. അപ്പോഴത്തേക്കും പൂർവി ചോദിക്കുകയാണ്, ചേച്ചി എന്നാലും എനിക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയേ, ചേച്ചിയുടെ സൂപ്പർ പവർ യൂസ് ചെയ്തിട്ടാണോ? അതെ. അപ്പോൾ പറഞ്ഞു, എനിക്കും സ്പെഷ്യൽ പവർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ എന്നിങ്ങനെ പൂർവി സ്വന്തമായിട്ട് പറയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ നാഗമാളികയിൽ ഉത്തരാമയും ഭരണിയും നിൽക്കുവാണ്. അപ്പോൾ ഉത്തരാമ പറയാണ്, നമ്മുടെ നാഗറാണിയുടെ പക്കൽ ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. 24th ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും നാഗലോകവുമായി നമ്മുടെ നാഗറാണിയെ കൂട്ടിമുട്ടിപ്പിക്കണം എന്നിങ്ങനെ പറയാണ്. ഇതേ സമയം നമ്മുടെ പൂർവ്വി ഇങ്ങനെ കാറിലിരുന്ന് കാറിന്റെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുകയാണെ, എനിക്കും ചില സമയം തോന്നാറുണ്ട് ഞാൻ ഈ ലോകത്തിലുള്ളതേ അല്ലാന്ന്.
എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇങ്ങനെ അനന്ത വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്, പൂർവ്വി ഫ്രണ്ട് ഇരിക്കുവാണ്. അപ്പോൾ കുറേ ഗുണ്ടകളും പൂവാലന്മാരെല്ലാം കൂടെ ജീപ്പിൽ വന്നിട്ട് പെണ്ണുങ്ങളെ എവിടെ പോകുന്നു, നിൽക്കവിടെ, നമ്മുടെ കൂടെ പോവാന്നൊക്കെ പറഞ്ഞ് വണ്ടിക്ക് വന്ന് ക്രോസ് നിർത്തുന്നു. അപ്പോൾ അനന്ത ദേഷ്യപ്പെട്ട് കാറിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അനന്തയുടെ കൈ കയറി പിടിക്കുന്നു, വിടടാ എന്നൊക്കെ പറഞ്ഞ് അനന്ത അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ആര് വിടാനോമാര് വിടുന്നൊന്നുമില്ല. അപ്പോൾ അടുത്ത് പൂർവിയും കാറിൽ നിന്ന് വലിച്ച് ഇറക്കുവാണ് ഈ പയ്യന്മാരെല്ലാം കൂടി. പൂർവിയുടെ കണ്ണട ദൂരത്തിറക്കുന്നു. പൂർവിയില്ല വെട്ര സിനിമയിലെ അവസ്ഥ, പൂർവിക്കൊന്നും കാണാൻ വയ്യ, കണ്ണും കണ്ടുകൂടാ, ആകെ മൊത്തം പ്രശ്നമാണല്ലോ പൂർവി. അപ്പോഴത്തേക്കും അനന്തയുടെ കാരണക്കുറ്റി നോക്കി അടിച്ചു പൊട്ടിച്ച് അനന്തയുടെ ബോധം പോയി. അനന്ത അവിടെ വീണ് കിടക്കുവാണ്. അപ്പോൾ ഇത് ഇവിടെ റോഡിൽ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നത്, ക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ വിഷയം നടക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഉത്തരാമയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഉത്തരാമ അവിടുത്തെ ഹോമകുണ്ടത്തിലൊരു ഭസ്മമൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാറ്റ് ഊതുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, അന്തരീക്ഷത്തിൽ മൊത്തം കൊടുങ്കാറ്റ് വീശുന്നു. അപ്പോൾ ഈ കൊടുങ്കാറ്റ് വീശുന്ന സ്ഥലത്തേക്ക്, അതായത് ഈ റോഡിൽ സഹിതം കൊടുങ്കാറ്റ് വീശാണ്. നമ്മുടെ ഭരണി അങ്ങോട്ട് നടന്നു വരികയാണ്. ഭരണിയുടെ നാഗവേഷത്തിൽ ഭരണി നടന്നു വരുന്നു. അപ്പോൾ ഭരണിയെ കാണാൻ പൂവലന്മാരെ അടിസക്കെ കൊള്ളാം, ഇന്നത്തേക്കുള്ളതായി ഒരു നാഗീന കൂടി നടന്നു വരുന്നത് കൊണ്ട്. അപ്പോൾ ഭരണി പെട്ടെന്ന് പറയണം, നാഗിനെയല്ല ഞാൻ, നാഗകന്യകയാണ്, നാഗകന്യക എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരുടെ അടുത്ത് അങ്ങോട്ട് നാഗരൂപത്തിൽ പകുതി മനുഷ്യനും പകുതി പാമ്പും കൂടി ആയിട്ട് ഇവരെയൊക്കെ ചുറ്റിയെടുത്ത് അടിക്കുന്നു. ഇവരുടെ പിറകെ പോകുന്നു, കൊത്തുന്നു, അങ്ങനെ എല്ലാവരെയും കൊല്ലുന്നു. ബാക്കി വരുന്ന ഒരാൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ജീപ്പിൽ കയറി ജീപ്പ് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഈ ഭരണി ഫ്രണ്ടിൽ വന്ന് നിന്നുകൊണ്ട് ഇവനെ വാലി ചുറ്റി പിടിച്ച് പൊക്കുകയാണ്. എന്നിട്ട് ഒരു മുകളിലത്തെ ഒരു മരത്തിന്റെ ഒരു വള്ളി വെച്ച് ഇവനെ ചുറ്റി ഇവനെ അന്തരീക്ഷത്തിലോട്ട് കെട്ടി തൂക്കി ഇടുവാണ്. ഓക്കെ, എന്നിട്ട് ഇതേ സമയം എന്ത് ചെയ്യുന്നു, അപ്പം എന്നിട്ട് ഭരണി അങ്ങ് പോകുന്നേ. അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞ് പൂർവിക്ക് ബോധം വരുന്നു. പൂർവി ഒരു വിധത്തിൽ കണ്ണടയൊക്കെ തപ്പി പിടിക്കുമ്പോൾ പൂർവിയുടെ കണ്ണട ഒരെണ്ണം പൊട്ടി, ഒരു കണ്ണേ നേരെ ചുവേ കാണാവൂ. ചേച്ചി എഴുന്നേക്ക്, അനന്ത അവിടെ ബോധമില്ലാതെ കിടക്കുകയാണേ, ചേച്ചി എഴുന്നേക്ക്, ചേച്ചിക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞ് നേരെ വെള്ളം എടുക്കാൻ പോകുമ്പോൾ അനന്ത എഴുന്നേക്കുന്നൊന്നുമില്ല. അനന്ത ബോധം പോയി അവിടെ കിടക്കുവാണ്. നേരെ വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ വെള്ളമില്ല. കാറിൽ നിന്ന് വെള്ളം കുടിക്കാതെ തരുമ്പോൾ വെള്ളമില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് വെള്ളം തപ്പും, അമ്പലം ഇരിക്കുന്നു, അമ്പലത്തിനകത്തോട്ട് കയറി പോകും, അവിടെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂർവ്വി എന്ത് ചെയ്യാണ്, അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. ഈ അമ്പലത്തിലാണെങ്കിൽ ഒരു 150 പടിയുണ്ട്, ഒരു 150 പടിയുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ പടികൾ ഇങ്ങനെ ചവിട്ടാൻ പോകുമ്പോൾ ഉത്തരാമ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് പറയാണ്, നമ്മുടെ നാഗറാണി ഈ പടികളിൽ ഒന്ന് ചവിട്ടിയാൽ നാഗറാണിയുടെ ഉള്ളിലെ ശക്തികൾ പതിയെ പുറത്തു വന്ന് തുടങ്ങും. നമ്മുടെ പൂർവി ചവിട്ടി കയറി പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് പൂർവിക്ക് ഒരു തലകറക്കം വന്ന് പൂർവി സ്റ്റെപ്പിൽ തന്നെ ബോധം കെട്ട് വീഴുന്നു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു വന്ന് പൂർവി ഇങ്ങനെ സ്റ്റെപ്പിൽ ഇങ്ങനെ കിടക്കുവാണ്. പൂർവിക്ക് ഇങ്ങനെ സംരക്ഷണം നിൽക്കുവാണ്. ആ പാമ്പ് സംരക്ഷണം നിൽക്കുന്നു. മഴ മാറുമ്പോൾ പാമ്പ് ഇഴഞ്ഞു പോകുന്നു. പൂർവി കാണുന്നില്ല. പൂർവിയുടെ തൊട്ട് പുറകെ പാമ്പ് നിൽക്കുക, വലിയൊരു പാമ്പ്. പൂർവി കാണുന്നില്ല. പൂർവി നേരെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, നടന്ന് ക്ഷേത്രത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ക്ഷേത്രത്തിനകത്തോട്ട് പൂർവി കയറാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഉത്തരാമ ഒളിഞ്ഞു എന്നിട്ട് പറയുന്നത്, അനന്തകുലത്തിന്റെ നാഗറാണി അനന്തയാണത്, വരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂർവി ഒരു കാല് നമ്മുടെ ക്ഷേത്രത്തിനകത്തോട്ട് വെക്കുന്നു. വെക്കുമ്പോഴത്തേക്കും ഉത്തരാമ ഒളിഞ്ഞു എന്നുണ്ട്, നമ്മുടെ സിംഹാസനത്തിൽ പോയി ഇരിക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ പൂർവി ഒരു കാല് ക്ഷേത്രത്തിനകത്ത് വെക്കുമ്പോൾ തന്നെ എന്താണെന്നറിയാമോ, ക്ഷേത്രത്തിൽ ഫുള്ള് പ്രകാശം, ഒരു വെട്ടം പോലും ഇല്ലായിരുന്നു, ഫുള്ള് പ്രകാശം. ഇങ്ങനെ പൂക്കൾ കൊണ്ട് കുറേ പൂക്കൾ വന്ന് ദേഹത്ത് വീഴുന്നു, വിളക്കുകളെല്ലാം തനിയെ കത്തുന്നു, അങ്ങനെ ഭയങ്കര ഒരു പ്രകാശപൂരിതമാവുന്നു. അപ്പം അടുത്ത കാലം കൂടെ ഇങ്ങനെ വെക്കാനായിട്ട് ഉത്തരാമയും ഭരണിയും കൂടെ ഭയങ്കര സന്തോഷം മാറിയുന്നു. അപ്പം പൂർവി അടുത്ത കാലം കൂടെ വെക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആരോ ഇങ്ങനെ വന്ന് കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. അത് അനന്തയാണ് കൈ പിടിച്ച് വലിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ നമ്മുടെ ഭരണി ചോദിക്കുന്നുണ്ട്, എന്താ ഈ സിംഹാസനം എന്താ ഉണരാത്തത്, ഈ സിംഹാസനം ഉണരേണ്ടതാണല്ലോ. അവർ ആ സിംഹാസനം ഉണരണമെങ്കിൽ നമ്മുടെ നാഗറാണിയുടെ ദിവ്യശക്തി എന്ത് ചെയ്യണം, ആ സിംഹാസനത്തിൽ പതിയണം എന്നിങ്ങനെ പറയുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതാണ് അടുത്ത് വരാനിരിക്കുന്ന എപ്പിസോഡ്. ഞാനും എൻ്റെ റിവ്യൂ കുറച്ചാണ് ഇടുന്നത്, കാരണം ടി വിയിലും ചെറിയ എപ്പിസോഡായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ എപ്പിസോഡായിട്ട് ഇട്ടങ്ങ് ഓടിപ്പോണ്ട, പതിയെ പോവാം. അവർ പോട്ടെ. അപ്പം നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ കഥ അറിയാനല്ലേ നിങ്ങൾ വന്ന് കാണുന്നത്. അങ്ങനെ പോകാം. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടും എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ വരാം. അപ്പോൾ അതുവരേക്കും ബൈ.